ഹലോ, അടിവയർ അല്ലെങ്കിൽ ലോവർ ആബ്സ് ഒരുപാട് തൂങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സഹായകരമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പാകത്തിലുള്ള വർക്കൗട്ടുകളാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കംഫർട്ടായിട്ടുള്ള ഏത് പ്ലേസും നമുക്ക് വർക്കൗട്ടിനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ലോവർ ആബ്സിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് വർക്കൗട്ട് ഇതാണ്. റിവേഴ്സ് ക്രഞ്ച് എന്നാണ് ഈ ഒരു വർക്കൗട്ടിൻ്റെ പേര്. ഇതേപോലെ നിലത്ത് കിടക്കുക, അല്ലെങ്കിൽ ഒരു ബെഞ്ച് ഉണ്ടെങ്കിൽ ബെഞ്ചിൽ കിടക്കാവുന്നതാണ്. ഇതേപോലെ കാല് മുട്ടുകൾ ഈ ഒരു രീതിയിൽ ബെൻഡ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തുക. താഴ്ത്തുന്ന സമയത്ത് ഇതേപോലെ വി ഷേപ്പിൽ കാലുകളുടെ ഹീല് നിലത്ത് മുട്ടത്തക്ക രീതിയിൽ ചെയ്ത് കൊടുക്കുക. 15 എണ്ണം വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബിഗിനേഴ്സിന് 15 എണ്ണമൊക്കെ തുടക്കത്തിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം റെപ്പറ്റീഷൻ എത്ര ആണെന്ന് വെച്ചാൽ മാക്സിമം റെപ്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാലുകൾ താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, അതേപോലെ ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ലോവർ ആബ്സിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് പ്ലാങ്ക് ടോയ് ടാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കൗട്ടാണ്. ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇത് ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ തന്നെ തുടക്കത്തിലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ്. ഈ ഒരു പോസ്റ്റിൽ നിൽക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഓരോ കൈയും ഓപ്പോസിറ്റ് സൈഡിലുള്ള നമ്മുടെ കാലിൻ്റെ വിരലിലേക്ക് ഇതേപോലെ ടച്ച് ചെയ്യാവുന്നതാണ്. ഇതും നമുക്ക് 1 മിനിറ്റ് വെച്ച് 3 സെറ്റായിട്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റിൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു 15 എണ്ണം വെച്ചിട്ട് 3 സെറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് വൈ ഡ്രോപ്സ് ആണ്. അത് വൈ ഷേപ്പിൽ ഈ ഒരു രീതിയിൽ നമ്മൾ നിൽക്കുക. അതിനുശേഷം ഇതേപോലെ ചെയ്തു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ അപ്പർ ബോഡി ചെസ്റ്റ് അപ്പ് ചെയ്ത് ഈ ഒരു രീതിയിൽ നിൽക്കണം. അതേപോലെ തന്നെ കാലുകൾ വൈഡാക്കി ഹീല് തറയിൽ മുട്ടത്തക്ക രീതിയിൽ വേണം ഇതേപോലെ ചെയ്തു കൊടുക്കാനായിട്ട്. ഇത് 15 എണ്ണം വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ്. തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ട് കൂടിയാണിത്. ലോവർ ആബ്സ് മാക്സിമം ടൈറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഈ വർക്കൗട്ടുകൾ ചെയ്യുന്ന വഴി നമ്മുടെ ആബ്സ് കൂടുതൽ സ്ട്രോങ് ആവുകയും ടൈറ്റ് ആവുകയും ചെയ്യുന്നു. അതുവഴി ആബ്സിൻ്റെ മസിൽസിനെ ആക്ടിവേറ്റ് ആക്കാനും നമുക്ക് സഹായകരമായിട്ടുള്ള വർക്കൗട്ടുകളാണിത്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ക്രഞ്ച് ലെഗ് ഡ്രോപ്പ് വർക്കൗട്ടാണ്. ഈ ഒരു വർക്കൗട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ലെഗ് റൈസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ലെഗ് റൈസിനെ പോലെ തന്നെ ചെയ്യുന്നൊരു വർക്കൗട്ടാണിത്. അപ്പർ ബോഡി ഒന്ന് ഉയർത്തി കൊടുക്കണം. ഇതേപോലെ മുട്ടുകൾ ലൈറ്റായിട്ട് ബെൻഡ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. അതേപോലെ തന്നെ താഴെ മുട്ടാതെ താഴ്ത്തി കൊടുക്കുക. 15 എണ്ണം വെച്ച് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഉറപ്പായിട്ടും നോക്കിയിരിക്കണം. അതേപോലെ തന്നെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് റിസൾട്ടും ഉറപ്പായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാനും ആബ്സ് മസിൽസിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനും ആബ്സിൻ്റെ ഫാറ്റ് കുറയ്ക്കാനും ഈ വർക്കൗട്ടുകൾ സഹായകരമായിരിക്കും. ലോവർ ആബ്സിൻ്റെ വർക്കൗട്ടിന് ശേഷം ഈ ഒരു കാർഡിയോയും കൂടി ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് വെച്ച് 3 സെറ്റായിട്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.